ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല കട്ട തൈര് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഫ്ലേവേർഡ് യോഗേർട്സിനേക്കാൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ തൈര് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പിങ്ക് കളർ തൈരാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീറ്റ്റൂട്ട് ഉപയോഗിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ട തൈര്, ക്രീമി ആയിട്ടുള്ള തൈരാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ക്യാരറ്റോ ബീറ്റ്റൂട്ടോ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നല്ല ഫാറ്റ് കണ്ടന്റുള്ള പാലും കുറച്ച് ബീറ്റ്റൂട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണങ്ങളായിട്ട് തന്നെ ഇടണം. അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് അങ്ങനെ മാറും. അതുകൊണ്ട് കഷ്ണങ്ങളായി ഇട്ടിട്ട് നമുക്ക് ആ എസൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. പാല് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിൽ ഈ ബീറ്റ്റൂട്ട് കഷ്ണങ്ങൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ എക്സ്ട്രാക്ട് കണ്ടൻറ്റാണ് നമ്മളിനി തൈര് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. തൈര് എപ്പോഴും ഉറയൊഴിക്കാൻ രാത്രിയാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് പാത്രമോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ എടുത്തിട്ട് നമുക്ക് നല്ല തൈര് ഒന്ന് എല്ലാ വശവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി എല്ലാ വശവും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഇളം ചൂടിലുള്ള പാല് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പ്രോസസ്സ് ഫോളോ ചെയ്താൽ നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി നല്ല കട്ട പിങ്ക് തൈര് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതേപോലത്തെ പിങ്ക് വെറൈറ്റി തൈര് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുമോ.